ചോദ്യം: രോഗവേളയിൽ തന്റെ സ്വത്തിൽ നിന്ന് എത്ര വസിയ്യത്ത് ചെയ്യാം? ഉത്തരം: രോഗവേളയിലും അല്ലാത്തപ്പോഴും ആകെ സ്വത്തിന്റെ മൂന്നിലൊന്ന് മാത്രമേ വസിയ്യത്ത് ചെയ്യാവൂ. ഇതിൽ കൂടുതൽ വസിയ്യത്ത് ചെയ്താൽ അവകാശികൾ സമ്മതിക്കാതിരുന്നാൽ സാധുവാകില്ല. ചോദ്യം: മരണം അടുത്ത വ്യക്തിക്ക് കലിമ ചൊല്ലിക്കൊടുക്കുന്നതിന്റെ വിധി. ഉത്തരം: സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: നിങ്ങൾ മരണം ഹാജരായ വ്യക്തിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. ചോദ്യം: ആരാണ് കലിമ ചൊല്ലിക്കൊടുക്കേണ്ടത്? ഉത്തരം: ആർക്കും ചൊല്ലിക്കൊടുക്കാം. എന്നാൽ ശത്രുതയുടെ പേരിലോ അനന്തരാവകാശത്തിന്റെ പേരിലോ തെറ്റിദ്ധാരണ തോന്നാൻ സാധ്യതയില്ലാത്തവരാവലാണ് നല്ലത്. അവകാശികൾ മാത്രമേ അവിടെയുള്ളൂവെങ്കിൽ അവരിൽ രോഗിയോട് കൂടുതൽ സ്നേഹം ഉള്ളവർ ചൊല്ലിക്കൊടുക്കണം. ചോദ്യം: മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിക്കൊടുക്കൽ സുന്നത്തുണ്ടോ? ഉത്തരം: ഇല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മാത്രം ചൊല്ലിക്കൊടുക്കലാണ് സുന്നത്ത്. അവസാന വാക്ക് കലിമത്തു തൗഹീദാവലാണ് ഉദ്ദേശം. ചോദ്യം: രോഗി കലിമ ചൊല്ലിയ ശേഷം മറ്റെന്തെങ്കിലും സംസാരിച്ചാലോ? ഉത്തരം: എങ്കിൽ വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കൽ സുന്നത്തുണ്ട്. ചോദ്യം: കലിമ ചൊല്ലൂ എന്ന് പറയണോ? ഉത്തരം: പറയരുത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കാൻ മാത്രമാണ് നമ്മോടുള്ള നിർദ്ദേശം. ചോദ്യം: മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയവർ മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ? ഉത്തരം: അങ്ങനെയില്ല. മുഅ്മിനീങ്ങൾ മുഴുവനും സ്വർഗത്തിൽ പ്രവേശിക്കും. എല്ലാ മുഅ്മിനീങ്ങൾക്കും മരണവേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ ഭാഗ്യം ലഭിക്കില്ല. കലിമ ചൊല്ലി മരിച്ചവർ നരകത്തിൽ പ്രവേശിക്കാതെ ആദ്യമേ സ്വർഗത്തിൽ പ്രവേശിക്കും. അല്ലാത്തവർ റബ്ബ് പുറത്തുകൊടുത്താൽ ആദ്യമേ സ്വർഗത്തിൽ കടക്കും. ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചാൽ ശിക്ഷയുടെ ശേഷവും സ്വർഗത്തിൽ പ്രവേശിക്കും. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറഞ്ഞ വാക്ക്? ഉത്തരം: അർ റഫീഖുൽ അഅ്ല എന്നാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി പറഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേകതയാണ്. ചോദ്യം: മരണലക്ഷണങ്ങൾ എന്തെല്ലാം? ഉത്തരം: മൂക്ക് ചായുക, 2 കാൽപാദങ്ങൾ മൃദുവാകുക, 2 ചെന്നികൾ താഴ്ന്നു പോവുക എന്നീ അടയാളങ്ങളാണ്. ഇവ എല്ലാവരിലും പ്രകടമാകണമെന്നില്ല. ചോദ്യം: രോഗിയെ കിഴക്കു പടിഞ്ഞാറിൽ മലർത്തി കിടത്തുമ്പോൾ തല ഉയർത്തിവെക്കേണ്ടതല്ലേ? ഉത്തരം: അതെ. തലയുടെ അടിയിൽ തലയണ പോലെയുള്ളത് വെച്ച് തല ഉയർത്തണം. മുഖം ഖിബിലയിലേക്ക് ആകാൻ വേണ്ടിയാണത്. ചോദ്യം: മലർത്തി കിടത്തുമ്പോൾ നെഞ്ച് ഖിബിലയുടെ നേരെയാവില്ലല്ലോ? ഉത്തരം: ഇല്ല, ആവേണ്ടതുമില്ല. മുഖത്തിനാണ് അപ്പോൾ പരിഗണന.